ആക്ടിവിറ്റി നമ്പർ 2. റീഡ് ദ സെൻറ്റൻസസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ വായിക്കാൻ. ഒന്നാമത്തത് ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. രണ്ടാമത്തത് അതിൻ്റെ അർത്ഥം പറയാം. ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. ജീവിതം മൊത്തത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ട്, മൊത്തം അതാണ്. എ ട്രെയിനിങ് സ്കൂൾ ഈസ് വെരി എക്സ്പെൻസീവ്. ട്രെയിനിങ് സ്കൂള്, എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കുന്ന ഒരു സ്കൂള്, അതാണല്ലോ ട്രെയിനിങ് സ്കൂള്. കരാട്ടെ ട്രെയിനിങ് സ്കൂള്, അതേമാതിരി ഡ്രോയിങ് ട്രെയിനിങ് സ്കൂള്, ഇങ്ങനത്തെ പല ട്രെയിനിങ് സ്കൂളുകളില്ലേ. എ ട്രെയിനിങ് സ്കൂൾ ഈസ് വെരി എക്സ്പെൻസീവ്. അവിടെ ഭയങ്കര പണച്ചെലവാണ്. ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ആർ കോമ്പീറ്റിംഗ് ദെയർ. നിൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ അവിടെ മത്സരിക്കുന്നുണ്ട്. ടിയേഴ്സ് വേർ റോളിംഗ് ഡൗൺ ഹിസ് ചീക്സ്. കണ്ണുനീർ തുള്ളികൾ അവൻ്റെ കവിളിലൂടെ താഴത്തേക്ക് വീണിരുന്നു. ഇനി അടുത്തത് അതിൽ എ, ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ഡൗൺ ദ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ഓഫ് ദ സെൻറ്റൻസ് ഗിവൺ എബവ്. മുകളിൽ തന്നിരിക്കുന്ന കുറച്ച് സെൻറ്റൻസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എടുത്ത് എഴുതാനാണ് പറയുന്നത്. എന്താണ് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും? ഓക്കെ, അതിൽ സബ്ജക്റ്റ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സബ്ജക്റ്റ് പറഞ്ഞാൽ എന്താ? നൗൺ ആവാം, പ്രൊനൗൺ ആവാം. പിന്നെ പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാലോ വെർബ് ഫ്രേസ്, അതായത് എന്താണ് സബ്ജക്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നതാണ് വെർബ്. മനസ്സിലായല്ലോ? ഇനി സബ്ജക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ആൾ ആരാണോ, അല്ലെങ്കിൽ ആ പറയുന്ന ഒരു സെൻറ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചെയ്യുന്ന ആൾ ആരാണോ അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്ന ആൾ ആരാണോ അയാളാണ് ആ സബ്ജക്റ്റ്, അയാളാണ് ആ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്നത് എന്തോ അത്. മനസ്സിലായല്ലോ? അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസിൽ നമുക്ക് നോക്കാം. ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. അതിൽ സബ്ജക്റ്റ് എന്താ? ലൈഫ്. എന്താ ചെയ്യുന്നത്? ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. ഇനി രണ്ടാമത്തേൽ എ ട്രെയിനിങ് സ്കൂൾ ആണ് സബ്ജക്റ്റ്. പ്രെഡിക്കേറ്റ് എന്താ? ഈസ് വെരി എക്സ്പെൻസീവ്. ഇനി മൂന്നാമത്തേൽ ചിൽഡ്രൻ ഓഫ് യുവർ ഏജ്, അതാണ് എന്ത് സബ്ജക്റ്റ്. ഇനിയോ ആർ കോമ്പീറ്റിംഗ് ദെയർ, അതാണ് പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റ് അടുത്തത് ലാസ്റ്റ് സെൻറ്റൻസിലത്തെ സബ്ജക്റ്റ് ഏതാ? യെസ്, കറക്റ്റ്, ടിയേഴ്സ് ആണ് ലാസ്റ്റ് സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രെഡിക്കേറ്റോ? യെസ്, വേർ റോളിംഗ് ഡൗൺ ഹിസ് ചീക്സ്. അതന്നെ കറക്റ്റാണ് കേട്ടോ. ഇനി ഡിഡ് യു നോട്ടീസ് ദ ചേഞ്ച് ഇൻ വേർബ്സ് അക്കോർഡിംഗ് ടു സിംഗുലർ സബ്ജക്ട്സ് ഓർ the sentences, singular and plural subjects of the sentences, how do they vary? എങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കണം എന്താ? ഡിഡ് യു നോട്ടീസ് ദ ചേഞ്ചസ് ഇൻ വേർബ്സ്. വെർബിലെ ചേഞ്ചുകൾ നമ്മൾ ശ്രദ്ധിച്ചുവോ? അക്കോർഡിംഗ് ടു എന്തിനനുസരിച്ച്? സിംഗുലറും പ്ലൂരലും. സബ്ജക്റ്റ് സിംഗുലറും പ്ലൂരലും ആവുന്നതിനനുസരിച്ച് വെർബിലെ പ്ലൂറലും സിംഗുലറും അതിലത്തെ ചേഞ്ച്, വെർബിൽ വരുന്ന ചേഞ്ച് നമ്മൾ സെൻറ്റൻസിലെ വെർബിൽ വരുന്ന ചേഞ്ചുകൾ നമ്മൾ ശ്രദ്ധിച്ചുവോ എന്നാണ് അവർ ചോദിക്കുന്നത്. ആൻഡ് ഹൗ ഡു ദേ വേരി, അവ എങ്ങനെയാണ് വേരി ചെയ്യണത്? അതിന് ഫസ്റ്റ് വൺ അവർ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. സബ്ജക്റ്റ് ലൈഫ് ആയപ്പോൾ വെർബ് ഈസായി. അതെങ്ങനെ വേരി ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റ് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ വെർബും സിംഗുലർ ആവും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആവും. അപ്പോൾ എങ്ങനെ വരിക? ഒന്ന് നോക്കിക്കേ. എ ട്രെയിനിങ് സ്കൂൾ വന്നാൽ എന്താ വരിക? ഈസാണോ ആറാണോ? യെസ്, ഈസാണ് വരിക. കാരണം എന്താ? സബ്ജക്റ്റ് അവിടെ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. പ്ലൂരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എണ്ണം ഉള്ളത്. ചിൽഡ്രൻ ഓഫ് യുവർ ഏജ്, അവിടെ ചിൽഡ്രൻ എന്നാണ് പറയുന്നത്, ചൈൽഡ് എന്നല്ല. അപ്പോൾ എന്താണ്? ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉണ്ട്, അപ്പോൾ അത് പ്ലൂരലാണ്. അപ്പോൾ വെർബും അവിടെ എന്താ വരിക? ഈസാണോ ആറാണോ? ഈസ് സിംഗുലറും ആറ് പ്ലൂരലും, അപ്പോൾ ആറാണ് വരിക. പിന്നെ അടുത്തത് നോക്കൂ, ടിയേഴ്സ് എന്നാണ് പറയുന്നത്. ടിയേഴ്സ് എന്ന് പറയുമ്പോൾ കണ്ണുനീർ തുള്ളികൾ എന്നാണ് അർത്ഥം, അല്ലേ? അപ്പോൾ വെർബ് എന്താ വരിക? വേർ ആണ് വരിക. വേർ, വാസല്ല, വേർ ആണ് വരിക. മനസ്സിലായല്ലോ? ഇനി അടുത്തത് റീഡ് ദ ലൈവ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ റേസ് ആൻഡ് അണ്ടർലൈൻ ദ സിംഗുലർ വേർബ്സ്. താഴെ തന്നിരിക്കുന്ന ലൈവായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈവ് കമൻട്രി എന്നൊക്കെ പറയില്ലേ, അതേമാതിരി ലൈവായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ എന്തിൻ്റെ? റേസിനെ കുറിച്ചിട്ടുള്ള. ആൻഡ് അണ്ടർലൈൻ ദ സിംഗുലർ വേർബ്സ്. സിംഗുലർ വേർബ്സ് ഏതൊക്കെയാണ് നോക്കിയിട്ട്
അണ്ടർലൈൻ ചെയ്യാനാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, വായിക്കാം. ഓൺ ദ ട്രാക്ക് ദർ ഈസ് എ ഷാലോ പാത്ത്. ആ ട്രാക്കിൽ ഓടുന്നത് ട്രാക്കിലാണല്ലോ ഓടാറ്. അപ്പോൾ ആ ട്രാക്കിൽ എന്താണ്, ഒരു ഷാലോ ആയിട്ടുള്ള പാത്ത് ഉണ്ട് അല്ലേ, ഷാലോ ആയിട്ടുള്ള പാത്ത് ഉണ്ട് എന്നാണ് പറയണത്. അപ്പോൾ അവിടെ എന്ത് വന്നു, ഈസ് വന്നു. എന്താ വന്നേ, ഈസ്. അപ്പോൾ ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് സിംഗുലറാണ്. അപ്പോൾ അത് ഒന്ന് നമുക്ക് ഒരു വാക്ക് കിട്ടി, ഈസ്, ഒരു വെർബ് കിട്ടി. സിംഗുലർ വെർബ് ഏതാണ്, ഈസ്. ഷാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ആഴം എന്നാണ് കേട്ടോ, സംശയമുള്ളവർക്ക് അർത്ഥം ആഴം. ഓക്കെ, ഇനി അടുത്തത്. ആസ് ഹീ ഈസ് റണ്ണിങ് ഫാസ്റ്റ്, തരുൺ ഡസ് നോട്ട് നോട്ടീസ് ദാറ്റ് ആൻഡ് ഹീ സ്ലിപ്സ്. അപ്പോൾ നമുക്ക് നോക്കാം. ആസ് ഹീ ഈസ് റണ്ണിങ്, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കിട്ടി, റണ്ണിങ് ഫാസ്റ്റ്, അവൻ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. തരുൺ ഡസ് നോട്ട് നോട്ടീസ് ദാറ്റ് ആൻഡ് ഹീ സ്ലിപ്സ്, അവൻ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ട്രാക്കിൽ ഒരു ആഴമുള്ള ഒരു കുഴി ഉണ്ടെന്ന് അവൻ ശ്രദ്ധിക്കാതെ അവൻ എന്താ ചെയ്യുന്നത്, സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ വഴുതി വീഴുന്നു. അപ്പോൾ അവിടെ ഹീ ഈസ് റണ്ണിങ് ഫാസ്റ്റ് എന്നുള്ളതും ഡസ് നോട്ട് നോട്ടീസ്, ഡസ് നോട്ട് എന്നാണ് പറയുന്നത് അല്ലേ, ഡസ് നോട്ട് എന്നാണ് വന്നത്. അപ്പോൾ അതെന്താണ്, ഡസ് നോട്ട് നോട്ടീസ് എന്നുള്ളത് എന്താണ്, ഒരു സിംഗുലർ വെർബാണ്. പിന്നെയോ ആൻഡ് ഹീ സ്ലിപ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു, അതും എന്താണ്, ഒരു സിംഗുലർ വെർബാണ്. ഹീ സ്ലിപ്സ് എന്നല്ല വന്നേ. അപ്പോൾ ഹീ എന്താ, സിംഗുലർ സബ്ജക്റ്റാണ്. അപ്പോൾ അതെന്താണ്, സ്ലിപ്സ് ആണ് വന്നത്. അപ്പോൾ അതും എന്താണ്, സിംഗുലറാണ്. ഇനി ബ്രീത്തിങ് ഫാസ്റ്റ്, ഹീ സീസ് ദ അതർ കിഡ്സ് ഗോയിങ് പാസ്റ്റ് ഹിം. അവൻ നന്നായി കിതച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ബാക്കിയുള്ള കുട്ടികൾ അവനെക്കാട്ടും മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അവൻ കണ്ടു, അവനെ കടന്നു പോകുന്നത് അവൻ കണ്ടു. അപ്പോൾ അവിടെ ഹീ സീസ്. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടായിരിക്കും, സീസ് എന്ന് പറയുമ്പോൾ അവിടെ പ്ലൂറൽ അല്ലേ എന്ന്. പക്ഷേ അവിടെ ഹീ ആണ്. അപ്പോൾ അവിടുത്തെ ഒബ്ജക്റ്റിനെ നമ്മൾ നോക്കുക. ഒബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടെ സബ്ജക്റ്റിനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണ് കേട്ടോ, സബ്ജക്റ്റിനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്, ഹീ ആണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ സീസ് ആണ് വരിക. നേരത്തെ ഹീ സ്ലിപ്സ് എന്ന് പറഞ്ഞില്ലേ, അതേമാതിരി ഹീ വന്നപ്പോൾ ഇവിടെ ഹീ എന്ന് പറഞ്ഞു വന്നപ്പോഴും എന്താണ്, സബ്ജക്റ്റ് സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ സ്ലിപ്സും സീസും ഒക്കെ എന്താണ്, സിംഗുലർ ആണ്. പിന്നെ ഹീ ഗെറ്റ്സ് അപ്പ് ടു റൺ വൺസ് മോർ, അപ്പോഴും അവിടെ ഹീ ആണ് വന്നത്. അപ്പോൾ ഗെറ്റ്സ് അപ്പ് അതും എന്താണ്, സിംഗുലർ ആണ്. പിന്നെയോ ബീയിങ് ക്വിക്ക്, അവൻ എണീറ്റിട്ട് ഓടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി എണീക്കുന്നു എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. ബീയിങ് ക്വിക്ക്, തരുൺ ഓവർടേക്സ് എ ഫ്യൂ കിഡ്സ് അഹെഡ് ഓഫ് ഹിം. അവൻ ഭയങ്കര ഫാസ്റ്റ് ആയതുകൊണ്ട്, അവൻ ഭയങ്കര ക്വിക്ക് ആയതുകൊണ്ട്, പെട്ടെന്ന് അവന് ഓടാൻ കഴിയാവുന്നതുകൊണ്ട് തരുൺ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള കുറച്ച് കുട്ടികൾ, അവൻ്റെ മുന്നിലുള്ള കുറച്ച് കുട്ടികളെ അവൻ ഓവർടേക്ക് ചെയ്യുന്നു. അപ്പോൾ തരുൺ എന്നുള്ളത് ഉദ്ദേശിച്ചത് എന്താണ്, ഒരൊറ്റ ആളാണ്. അപ്പോൾ അവിടെ സബ്ജക്റ്റ് എന്താണ്, സിംഗുലർ ആണ്. അതുകൊണ്ട് ഓവർടേക്സ്. A few kids ahead of him, but as fate has it, he slips once again. പക്ഷേ വിധി എന്തായിരുന്നു, വിധി അങ്ങനെ ആയതുകൊണ്ട് അവൻ ഒന്നുകൂടിയും വീഴുന്നു എന്നാണ് പറയുന്നത്. എന്താണ്, ബട്ട് ആസ് ഫെയ്റ്റ് ഹാസ് എന്നുള്ള വാക്ക് എന്താണ്, സിംഗുലർ. ഓക്കെ, സിംഗുലർ വെർബാണ്. ആൻഡ് ഹീ സ്ലിപ്സ് വൺസ് അഗെയിൻ എന്നാണ് പറയുന്നത്. സ്ലിപ്സ് അതും എന്താണ്, സ്ലിപ്സും എന്താണ്, യെസ്, സിംഗുലർ. ഹീ സ്ലിപ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതും സിംഗുലർ ആണ്. ഇനി അടുത്തത്, ഹിയർ ഈസ് എ പാരഗ്രാഫ് അബൌട്ട് ദ റിയാക്ഷൻ ഓഫ് ദ സ്പെക്ടേറ്റേഴ്സ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ സ്യൂട്ടബിൾ ഫോം ഓഫ് വേർബ്സ്. ഇപ്പം നമുക്ക് താഴെ തന്നിരിക്കുന്ന ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അതെന്താണ്, അത് സ്പെക്ടേറ്റേഴ്സ്, കാണികളുടെ റിയാക്ഷൻ ആണ് അതിൽ പറയുന്നത്. അതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർബ്സ് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അതിന് നമ്മളെടുത്ത് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് വായിക്കാം. തരുൺസ് മദർ ഒറ്റ ആളല്ലേ, അപ്പോൾ ഇവിടെ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ വരിക, യെസ്, സിംഗുലർ, കറക്റ്റ്. അപ്പോൾ ഈസാണ് വരിക. അപ്ലോഡിങ് ഹെർ സൺ, തരുണിൻ്റെ അമ്മ തരുണിനെ എന്ത് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു. ഇനി അടുത്തത് എന്താണ്, രാം നാരായൺ ആൻഡ് ഹിസ് ട്രെയിനീസ്. രാം നാരായൺ ആൻഡ് ഹിസ് ട്രെയിനീസ്
അപ്പോൾ അവിടെ എന്താ വരിക? രാംനാരായണും അവൻ്റെ ട്രെയിനീസും. ട്രെയിനീസ് കുറേ പേരുണ്ട് അല്ലേ? കുറേ പേരില്ലേ? അപ്പോൾ അവിടെ എന്താ വരിക? ഈസ് ആണോ ആറാണോ വരിക? യെസ്, പ്ലൂറൽ ആർ. വാച്ചിങ് തരുൺ റണ്ണിങ് ഓൺ ദ ട്രാക്ക്. രാംനാരായണും അവൻ്റെ ട്രെയിനികളും എല്ലാം. ട്രെയിനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ട്രെയിൻ ചെയ്യിപ്പിക്കുന്നവരാണ് ട്രെയിനീസ് എന്ന് പറയാം. ഓട്ടത്തിന് കോച്ച് ഉണ്ടാവില്ലേ, അവർ ട്രെയിനീസ്. ആർ വാച്ചിങ് തരുൺ റണ്ണിങ് ഓൺ ദ ട്രാക്ക്. അപ്ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരഘോഷം, എല്ലാവരും ഭയങ്കര ഹാപ്പിയായി അമ്മ അവനെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് അർത്ഥം. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, വാച്ചിങ് തരുൺ റണ്ണിങ് ഓൺ ദ ട്രാക്ക്. അവരെല്ലാവരും തരുൺ ട്രാക്കിൽ ഓടുന്നത് കാണുന്നു, ശ്രദ്ധിക്കുന്നു എന്നാണ് പറയുന്നത്. ദ പാരൻസ് ഓഫ് ദ കിഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ പാരൻസ് ആണ് അല്ലേ? പാരൻസ് ആണ്. അപ്പോൾ അവിടെ എന്താ വരിക? പാർട്ടിസിപ്പേറ്റ് ആണ് വരിക. മനസ്സിലായല്ലോ? പാർട്ടിസിപ്പേറ്റ്. സീസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് നമ്മൾ പറഞ്ഞത്? സിംഗുലർ ആണ് കേട്ടോ. സീസ് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലർ ആണ്. പാരൻസ് ഓഫ് ദ കിഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വരിക? പാർട്ടിസിപ്പേറ്റ് ആണ് വരിക. പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റേസ് ആർ ആങ്ഷ്യസ്ലി വെയിറ്റിംഗ്. മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികളുടെ മാതാപിതാക്കൾ ഭയങ്കര ആങ്ഷ്യസ് ആയിട്ട്, ഭയങ്കര ആകാംക്ഷയോടെ എന്ത് ചെയ്യാണ്? കാത്തിരിക്കുകയാണ്. ദ ക്രൗഡ് ഇൻ ദ സ്റ്റാൻഡ്സ്. ഈസാണോ ആറാണോ വരിക? ഈസാണ് വരിക. യെസ്, ഈസാണ് വരിക. ഈസ് ക്ലാപ്പിംഗ് ദെയർ ഹാൻഡ്സ്. ക്രൗഡാണ്, ജനക്കൂട്ടാണ്. ഓക്കെ, അപ്പോൾ അത് സിംഗുലറായിട്ടാണ് വരുന്നത്. ഓക്കെ, സ്റ്റാൻഡ്സ് ആണ് അല്ലേ? അപ്പോൾ അവിടെ ഈസാണ് വരിക. വെൻ തരുൺ ഫാൾസ് എവ്രി വൺ സ്റ്റോപ്സ് ആണ് വരിക. സ്റ്റോപ്പാണോ സ്റ്റോപ്സ് ആണ് വരിക? സ്റ്റോപ്പാണോ? അല്ല, സ്റ്റോപ്സ് ആണ് വരിക. സ്റ്റോപ്സ് ക്ലാപ്പിംഗ് എന്നാണ് വരിക. സ്റ്റോപ്സ് ക്ലാപ്പിംഗ് ആൻഡ് ഈസ് എബൌട്ട് ടു റഷ് ഫോർ ഹെൽപ്പ്. അവരെല്ലാവരും ഓടുന്നു. എന്തിനു വേണ്ടിയിട്ട്? തരുൺ വീണപ്പോൾ അവരെല്ലാവരും എന്തിനു വേണ്ടിയിട്ടാണ് ഓടുന്നത്? ഹെൽപ്പിന് വേണ്ടിയിട്ട്, സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഓടുന്നത്. ബട്ട് ദ നെക്സ്റ്റ് മൊമെൻറ്റ് ഹി ഗെറ്റ്സ് അപ്പ്. ഗെറ്റപ്പ് ആണോ ഗെറ്റ്സ് അപ്പ് ആണോ? ഹി ഗെറ്റ്സ് അപ്പ് ആണ് വരിക. അവൻ എഴുന്നേറ്റു. ഹി ഗെറ്റ്സ് അപ്പ് ആൻഡ് ഈസ് റണ്ണിങ് ഓൺ ദ ട്രാക്ക് അഗെയിൻ. അങ്ങനെ എണീറ്റിട്ട് അവൻ പിന്നെയും ആ ട്രാക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തെ